Goodwill Consultancy, Sabu Kurian speaking. ജിക്സൺ ബായി ആണോ? ഇവിടെ എല്ലാം സെറ്റാണ് ബായി. ഞാൻ അവനെ നേരെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു, വീട്ടിലാക്കുന്നു. ഞങ്ങളുടെ കൂടെ ഒരാഴ്ച സുഖമായി താമസിപ്പിക്കാം. അതൊന്നും ഒരു കുഴപ്പമില്ല ബായി. ഞാനുണ്ടല്ലോ. ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. നോ ഓക്കെ. അല്ല, നിങ്ങൾ ഇത് ആരും ഇങ്ങോട്ട് എഴുന്നേൽപ്പിക്കാൻ പ്ലാൻ ചെയ്തേ? എന്താ അനുജേ, ഒരു പാവം സ്റ്റുഡന്റ് കൊച്ചാണ്. അവനെ ഇവിടെ താമസിപ്പിച്ചാലുണ്ടല്ലോ നമുക്ക് ഒരാഴ്ചത്തെ റെന്റ് ലാഭിപ്പിക്കാം. നിങ്ങൾ ഇത് എത്രാമത്തെ ബിസിനസ്സാ ചെയ്യുന്നേ? ഒരെണ്ണം എങ്കിലും നന്നായിട്ടുണ്ടോ? ഇതങ്ങനെയൊന്നും അല്ല എന്റെ അനുജൻ. ഇതൊരു പാവം ചെറുപ്പക്കാരൻ പയ്യൻ. അവനെ നമ്മൾ ഇവിടെ താമസിപ്പിച്ച് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. അയ്യടാ, അഡ്ജസ്റ്റ് ചെയ്യാനോ? ഇവിടെ ഉള്ളവർക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് തിരിയാൻ സ്ഥലമില്ല. അപ്പോഴേ വേറെ എടുത്തന്നെ ഇങ്ങോട്ട് എഴുന്നള്ളിക്കുന്നേ. ഇതൊക്കെ നാണമുണ്ട് മനുഷ്യ. മര്യാദ കഴിഞ്ഞാൽ നിങ്ങളെയും കൂടി ഇവിടെ നിങ്ങൾ പറഞ്ഞു വിട്ടേക്കും. ഇതൊരു കോലം എന്റെ മനുഷ്യ. ഒരു നല്ല കോട്ടെങ്കിലും വാങ്ങിച്ചിട്ടൂടെ? ഇത് മതി. പിന്നെ അനുജ, നിന്റെ കാർ ഞാൻ ഒന്ന് എടുത്തോട്ടെ. അങ്ങനെ ഇപ്പൊ എന്റെ കാർ എടുക്കണം. നിങ്ങളുടെ ഫെറാറി എടുത്തിട്ട് പോയി. ജനപ്രിയന്റെ ഒക്കെ ഒരു കാര്യം. എടാ മോനെ സനലേ, നിനക്ക് സുഖാണോടാ? സുഖമൊക്കെ ഇച്ചിരി കുറവാ ചേട്ടാ, എന്നാലും പറ. എടാ, നിന്റെ അടുത്ത് അവിടെ കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ ഒരു പയ്യനെ താമസിപ്പിക്കാം. അയ്യോ ചേട്ടാ, ഇപ്പൊ തന്നെ ആള് കൂടുതലാ. സോറി. എടാ ഒരു ഹെൽപ്പ്. എടാ ചേട്ടാ ഞാനൊരു ചെറിയ ജോലിയിലാണേ. ഞാൻ പിന്നെ വിളിക്കാവേ. ഈ സാബുച്ചേട്ടൻ്റെ ഒരു ഉടായിപ്പ്. ഞാൻ തന്നെ ഇവിടെ തറയില കിടക്കണം, പിന്നെ ഒരു വണത്തെയും കൂടി ഇവിടെ കയറ്റും. മനീഷിനൊന്നും കൂടെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ മനീഷേ, എനിക്കൊരു ചെറിയ സഹായം വേണം. സാബു, നീ പൈസ മാത്രം ചോദിക്കരുത്, വേറെ എന്തുകൊണ്ടും ചെയ്തു. കാശാണോ മനീഷേ ജീവിതം? അങ്ങനല്ല, ചെറിയൊരു സഹായം വേറൊരു കാര്യത്തിനാ. എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ, പറഞ്ഞേ. നീ സനല് താമസിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഒരു പയ്യനെ അവിടെ സ്റ്റുഡന്റിനെ ഒന്ന് താമസിപ്പിക്കണം. ഒരു ഏജൻസി സെറ്റപ്പാണ്. നീ ഇതിൽ കൂടെ നിന്ന നമുക്ക് 2 പേർക്ക് എന്തെങ്കിലും തടയും, ഗുണം ഉണ്ടാവും. അതാണോ? അത് കുഴപ്പമില്ല, ഞാൻ സന്നെ വിളിച്ചു പറഞ്ഞോളാം. പിന്നെ നീ എന്താ പറയാ, എന്റെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. ഞാന് ഒന്ന് പ്രോത്സാഹിപ്പിക്കണേ, ഞാനൊന്ന് ജനകീയനാവട്ടെ. ഷെയർ ചെയ്യാം. എടാ, ഞാൻ ഷെയർ ചെയ്യും. ഓക്കെ, താങ്ക് യു. ഇനി ഇവന്റ് യൂട്യൂബ്. ഹലോ ചേട്ടാ, കുറച്ച് ടൈറ്റായി പോയി, അതുകൊണ്ടാ ഞാൻ റെന്റ് ഇടാൻ ചേട്ടോ. ഞാൻ ശനിയാഴ്ച ഇട്ടേക്കാട്ടോ. ഇവിടെ റെന്റിനല്ല ഞാൻ വിളിച്ചപ്പോ. സാബു ഒരു പയ്യനെ കൊണ്ടുവരും. ഇപ്പൊ നാട്ടിൽ നിന്ന് വന്ന ചെക്കനാണ്. 1-2 ദിവസത്തേക്ക് നിന്റെ കൂടെ താമസിപ്പിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. പിന്നെന്താ, ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമൊക്കെ ഉണ്ടല്ലോ. ഇടാ, നിനക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ ചേട്ടാ? ഇടാ, പിന്നെ നീ കഴിഞ്ഞ 2 ആഴ്ച എന്റെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. നീ ലൈക്ക് അടിക്കാത്ത എന്താണ്? നിന്റെ ലൈക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഉടനെ നിന്നെ ഫോൺ വിളിച്ച് റെന്റ് ചോദിക്കുന്നു പറഞ്ഞിട്ടാണ്. അത് ഇട്ടേക്കാ ചേട്ടാ, അത് മുറക്കി നടക്കുന്നുണ്ടല്ലോ. ഇടാ, ഒന്ന് പ്രോത്സാഹിപ്പിക്കടാ, നമ്മളൊന്ന് ജനകീയനാവട്ടെ. പിന്നെ റെന്റിന്റെ കാര്യം മറക്കണ്ട. പള്ളി ഇതൊരു കുരിശായല്ലോ. അളിയ, ഞാൻ ന്യൂസിലാൻഡ് എത്തി കേട്ടോ. പക്ഷെ പറഞ്ഞ അത്ര തണുപ്പൊന്നുമില്ല. ഞാൻ അതുകൊണ്ട് ഇട്ടോണ്ടുന്ന ജാക്കറ്റൊക്കെ ഊരി വെച്ചു. പക്ഷേ എവിടെ നോക്കിയാലും പോയി ചിക്സാടാ. കാണാൻ എന്ത് രസാന്നറിയോ? നാട്ടിലത്തെ പെമ്പിള്ളേർ പോലെ ഒന്നുമില്ല. എടാ, പിന്നെ നിന്റെ കാര്യം ഓർക്കുമ്പോഴാ ഒരു വിഷമം. നീ നാട്ടിലെ ഒറ്റയ്ക്ക് ആയിപ്പോയില്ലടാ. പക്ഷേ നീ പേടിക്കണ്ട കേട്ടാ, ഞാൻ എന്തായാലും ഇവിടെ എത്തിയല്ലോ.
pack this bag yourself? Yes, sir. Allah, I mean, no, sir. What do you mean? Did you pack the bag? Yes, yes, sir. I packed it. You packed the bag? Yes, sir. Myself only, sir. Good. What's this? Sir, it's mixture, sir. Mixture of what? Sir, it's mixture of mixture, sir. Mixture. Sir, it's spicy nuts, sir. When you drink tea, I'll show you, sir. Sir, you take like this. Hey, step back. Don't touch this, okay? This is now confiscated, okay? Just keep your hands by your side. What else you got here? Anything else? What's this? Huh? Sir, it's What's that? water, sir. Water. What kind of water is it? Pandara thingala പറഞ്ഞാൽ മനസ്സിലാക്കും. Sir, it's Kripasana water, sir, from Grace Chair. Sir, it's No. good water. No. You can't bring Sir, this. sir, please, Nope. please, sir, it's Look, you can't bring in any undisclosed items of food, okay? It's illegal, so you now owe us a $500 fine. Sir, $500. $500. 25,000 രൂപയോ? എന്റെ കിരുപാസന ഒരു ചതിയായി പോയല്ലോ. What's that? ആ ബ്രോ ആ എങ്ങനെ? ആ എടാ എന്നാ വൈഫിനെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നേ. ഓ ഓക്കെ. ലിഫ്റ്റ് എല്ലാം വേണോ? വൈഫ് വരുന്നുണ്ട്. വേണ്ട ചേട്ടാ, ഏജന്റ് കാറുമായിട്ട് വന്നിട്ടുണ്ട്. ആ ഓക്കെ. പിന്നെ ഹോട്ടലിലാണ് റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ നോക്കിയോളാം, കുഴപ്പമൊന്നുമില്ല. ശരി എന്നാ, ഓക്കെ. എന്നാ ബാ അങ്ങോട്ട് ആ ഓക്കെ. ബ്രോ, ഇത് ചെറിയ എയർപോർട്ടാണല്ലേ? ഞാൻ വിചാരിച്ചു വല്ല ന്യൂയോർക്ക് പോലെ ഭയങ്കര സെറ്റപ്പ് ആയിരിക്കുന്ന. മോനതിന് എൻ്റെ മുമ്പേ ന്യൂയോർക്ക് എയർപോർട്ടിൽ പോയിട്ടുണ്ടാ? പോയിട്ടില്ല. മോൻ വാ, നമുക്ക് ഇവിടുന്ന് പോവാ. ഹലോ അമ്മേ, ഞാൻ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നേ ഉള്ളൂ. അതൊക്കെ ഏജന്റ് ആൾറെഡി കാറുമായിട്ട് വന്നിട്ടുണ്ട്. ആ പിന്നെ മറ്റേ കൃപാസന വെള്ളമല്ലേ, അത് ഇവിടുത്തെ കസ്റ്റംസ് ആൾക്കാർ എടുത്ത് കളഞ്ഞു. അത് മാത്രമല്ല 25,000 ഫൈനും മേടിച്ചു. അതൊരു അപശകനമാണല്ലോ മോനെ. ആ അതെ അമ്മേ, ഏജന്റ് വൺ സെറ്റപ്പാണ് കേട്ടാ. ഞാൻ എന്തായാലും ഹോട്ടലിൽ എത്തിയിട്ട് വിളിക്കാം. അതെല്ലാം അതൊരു അപശകനമാണല്ലോ മോനെ. എന്നാ ചേട്ടാ, പിന്നെ കാണാവേ.